VS പോലും ഇത്രയും പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ടാവില്ല. അത്രയും പരിഗണന കിട്ടിയ ഒരാൾ അദ്ദേഹം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം. ഇതുപോലെ ഒരാൾ പാർട്ടിയെ ചതിച്ച് ഇങ്ങനെ നിലപാടിലേക്ക് എത്തിയാൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ വരുന്ന ആളുകൾ നേരിടേണ്ടതെന്നുള്ള കാര്യം സഖാവ് G. സുധാകരൻ തന്നെ മുൻകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റായി ഇരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാഠങ്ങൾ പഠിച്ചവരാണ് ഞങ്ങളെല്ലാം. ശക്തമായി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ അണിനിരത്തി ശക്തമായി ഇത്തരം കാര്യങ്ങൾ നേരിട്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകാലത്ത് പോയിട്ടുള്ളൂ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും. പാർട്ടി അണികൾ പാർട്ടിയുടെ ഭാഗത്തായിരിക്കും. അത് ആര് സ്ഥാനാർത്ഥിയായാലും, ഞാൻ സ്ഥാനാർത്ഥിയായാലും സഖാവ് G. സുധാകരൻ സ്ഥാനാർത്ഥിയായാലും പാർട്ടി അണികൾ പാർട്ടിയുടെ പക്ഷത്തായിരിക്കും. ഒരു 15 ആൾ പോലും ഈ അമ്പലപ്പുഴ ഏരിയയിൽ പാർട്ടിയിൽ നിന്ന് പോകില്ല. കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയായത് ഞാൻ പാർട്ടിയുടെ അടുത്ത് പോയിട്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞിട്ടല്ല. ഞാൻ സ്ഥാനാർത്ഥിയാകുന്ന സമയത്ത് അമ്പലപ്പുഴ മണ്ഡലത്തിൽ സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ഥാനാർത്ഥിയാവുന്നത്. അത് കേരളത്തിൽ മൊത്തം 33 മണ്ഡലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മത്സരിപ്പിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പാർട്ടി നിശ്ചയിച്ചപ്പോൾ പകരം എൻ്റെ പേരാണ് നിശ്ചയിച്ചത്. അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തോട് ഞാൻ പോയി സംസാരിക്കുകയാണ് ഇലക്ഷൻ സെക്രട്ടറി എന്നുള്ള നിലയിൽ. കാരണം ആ സമയത്ത് നോർമലി അദ്ദേഹം തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നൊരു പൊതു ധാരണയാണ് നമുക്കുണ്ടായിരുന്നത്. ഞാൻ പോയി സംസാരിച്ച് ചുവരെഴുതാൻ ആവശ്യമായ ഏർപ്പാട് ഉണ്ടാക്കട്ടെ, അപ്പം അതിന് മുന്നേ പ്രാവശ്യം ചുവരെഴുതിയ ആൾക്കാരെ വിളിക്കട്ടെ എന്നാണ് ഞാൻ പോയി ചോദിക്കുന്നത്. അത് അദ്ദേഹത്തിന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോൾ പറയുമെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ചോദിച്ചാൽ മതി. അതാണ് എൻ്റെ നിലപാടെന്ന് അങ്ങനെയായിരുന്നു. അദ്ദേഹം കേരളത്തിൽ മൊത്തം 33 ആളുകൾ മാറിയ കൂട്ടത്തിൽ അദ്ദേഹം ഇവിടുന്ന് മാറി പകരം ഞാനാണ് സ്ഥാനാർത്ഥിയാവും നല്ലതെന്ന് പാർട്ടി പൊതുവെ തീരുമാനിച്ചു. എന്നെ സ്ഥാനാർത്ഥിയാക്കി ഞാൻ ജയിക്കുകയും ചെയ്തു. കേരളത്തിൽ 33 സീറ്റുകളിൽ 32 പേരും ജയിച്ചു. അങ്കമാലി സീറ്റ് ഒഴിച്ച് ബാക്കി മുഴുവൻ സീറ്റും ജയിച്ചു. അതാണ് കേരളത്തിലെ അനുഭവം. എനിക്കന്നുണ്ടായ അനുഭവത്തിൽ എൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞിട്ടുമില്ല. എതിരെ ചെയ്ത കാര്യം എന്തെല്ലാമാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. അതിൽ തെളിവ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഈ നിമിഷവും എൻ്റെ കൈവശം ആ തെളിവുണ്ട്. പക്ഷേ ഞാൻ എതിരേതായി ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ മൊഴി കൊടുത്തിട്ടില്ല.